ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പം ഇന്ന് നല്ലൊരു അടിപൊളി ഫുഡിന്റെ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പാവയ്ക്കയാണ്. ഒരു പാവയ്ക്കയും കുറച്ച് കപ്പലിനെയും വെച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു വിഭവം തയ്യാറാക്കാം കേട്ടോ. പാവയ്ക്ക കാണുമ്പോൾ തന്നെ നെറ്റി ചുളുക്കാനായിട്ട് നിൽക്കേണ്ട, ഇതിലൊരു കയ്പും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നമുക്കൊരു സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു പാവയ്ക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു പാവയ്ക്ക എടുത്ത് ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാമേ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ പാവയ്ക്ക കാണുമ്പോൾ നമ്മുടെ കുട്ടികളൊന്നും കഴിക്കില്ല അല്ലേ, അതിന്റെ ആ ഒരു എന്താണ് കയ്പൊക്കെ വരുമ്പോൾ. പക്ഷെ ഇത് മസ്റ്റ് ആയിട്ട് അവരെല്ലാം നല്ലോണം കഴിക്കും കേട്ടോ. കാരണം ഒരു കയ്പും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതാ ഉള്ളിയൊക്കെ ചെറുതായിട്ട് ഒന്ന് വഴറ്റുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പാവയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കുമ്പോൾ തന്നെ പാവയ്ക്കൊക്കെ നല്ലോണം ഒന്ന് വാടി കിട്ടുവേ. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. പാവയ്ക്ക കഴിക്കാത്തവർക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി വെക്കുക, അവർ ഉറപ്പായിട്ടും കഴിക്കും കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ആ കൂട്ടൊന്ന് തയ്യാറാക്കി കൊണ്ടുവരാം. അതിനുവേണ്ടി മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കപ്പലണ്ടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കപ്പലണ്ടി ഞാനിവിടെ കുറച്ച് കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അളവ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാമേ. അപ്പോൾ അത് അരപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് അരച്ചെടുത്ത് തന്നെ നമുക്ക് കൊണ്ടുവരാം. തരിതരിയായിട്ടൊന്നും വേണ്ട, നല്ലോണം ഒന്ന് അരച്ച് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ പാവയ്ക്കൊക്കെ നല്ലോണം ഒന്ന് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, 2 ടേബിൾ സ്പൂൺ മതിയേ. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാമേ. പെട്ടെന്ന് തന്നെ റെഡിയാവും. വളരെ ഈസി ആയിട്ട് ഇതാ വെള്ളമൊക്കെ നല്ലോണം അങ്ങ് വറ്റിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതും നമുക്കൊന്ന് അടച്ചു വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് ആ വെള്ളത്തിന്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഒരു അടച്ചു വെച്ച് ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാമേ. പാവയ്ക്ക ഞാൻ പറഞ്ഞല്ലോ, പാവയ്ക്ക കഴിക്കാത്തവർക്കെല്ലാം ഈ റെസിപ്പി ഉറപ്പായിട്ടും നിങ്ങൾ തയ്യാറാക്കി കൊടുക്കണം കേട്ടോ. അവർ ഉറപ്പായിട്ടും കഴിക്കും. അതുകൂടാതെ നമുക്ക് ചോറിനോടൊപ്പം ചപ്പാത്തിയോടൊപ്പം ഒക്കെ നല്ല സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അപ്പോൾ ദാ ഇവിടെ പാവയ്ക്കയുടെ ആ വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ദാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അധികം പൊടികളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു 2 പച്ചമുളക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അതും ടേസ്റ്റാണ്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാമേ. അപ്പോൾ നമ്മളെ മുളകെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പിട്ട് അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് നമ്മൾ ഒരേ ഒരു സ്റ്റെപ്പ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര കേട്ടോ. അത് നമ്മൾ പൊടി പൊടിയായിട്ട് എടുത്ത ശർക്കര 2 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു 2 മിനിറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, ഇതാ തയ്യാറായി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ കയ്പൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.